സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ബീൻസ് തോരനാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബയോ വീഡിയോയിലേക്ക്. ബീൻസ് തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായി കുറച്ച് ബീൻസും ക്യാരറ്റും ഒരു സവാള 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ക്യാരറ്റിൻ്റെ തൊലി കളയണം. അതുപോലെ ബീൻസിൻ്റെ സൈഡിൽ നാരെടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അങ്ങനെ ബീൻസ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ടല്ല, ഞാൻ വലുതായിട്ടാണ് അരിയാറുള്ളത്. ക്യാരറ്റും ബീൻസും പച്ചമുളകും സവാളയും അരിഞ്ഞെടുത്തു. അതിനുശേഷം ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് എല്ലാം ചേർത്ത് ഇളക്കിയത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്തു, അതിട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയ ശേഷം ഒന്ന് ആവിയിലിരുന്ന് അത് വേകണം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഇത് ആവിയിലിരുന്ന് വേകണം. ആരും ഒരു ശകലവും വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ തോരൻ വെക്കുമ്പം ക്യാരറ്റ് ആയാലും ബീൻസ് ആയാലും തോരൻ വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല. 1-2 സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒഴിക്കുന്നില്ല, ഒരു ശകലവും വെള്ളം ഒഴിച്ചിട്ടില്ല. അങ്ങനെ ആവിയിലിരുന്നാണ് അത് വെന്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.